ഉത്തരാഖണ്ഡിൽ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ രക്ഷിതാക്കളുടെ സമ്മതത്തോടെയുള്ള വിവാഹബന്ധത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. രജിസ്റ്റർ ചെയ്യാതെ ഒന്നിച്ച് ജീവിക്കുന്നവർക്ക് 6 വർഷം തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിച്ച ഏക സിവിൽ കോഡ് കരട് ബില്ലിലെ നിർദ്ദേശമാണിത്. ഉത്തരാഖണ്ഡ് സ്വദേശികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ലിവ് ഇൻ റിലേഷൻ നയിച്ചാലും നിയമം ബാധകമായിരിക്കും. ലിവ് ഇൻ റിലേഷൻ പൊതുസമൂഹത്തിന്റെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നില്ലെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ഇത്തരം ബന്ധത്തിൽ ഒരു പങ്കാളി വിവാഹിതരോ പ്രായപൂർത്തിയാകാത്തവരോ ആണെങ്കിൽ രജിസ്ട്രേഷൻ നടക്കില്ല. രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ബന്ധത്തിന്റെ നിയമപരമായ സാധുത ഉറപ്പാക്കുന്നതിന് സമഗ്ര അന്വേഷണവും നടത്തും. രജിസ്റ്റർ ചെയ്ത ലിവ് ഇൻ റിലേഷൻ ബന്ധങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഇരുവരുടെയും രേഖാമൂലമുള്ള പ്രസ്താവനകളും ആവശ്യമാണ്. സംസ്ഥാനത്തെ ലിവ് ഇൻ റിലേഷൻ ബന്ധങ്ങളുടെ വിശദാംശങ്ങൾ സ്വീകരിക്കാൻ വെബ്സൈറ്റ് തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലിവ് ഇൻ റിലേഷനിലെ വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ നൽകുന്നയാൾക്ക് 3 മാസത്തേക്ക് തടവോ 25,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കും. രജിസ്ട്രേഷനിൽ 1 മാസത്തെ കാലതാമസമുണ്ടായാൽ പോലും തടവ് ശിക്ഷ ബാധകം. അതുപോലെ രജിസ്റ്റർ ചെയ്ത ലിവ് ഇൻ റിലേഷനുകളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിന് തുല്യ അവകാശം ലഭിക്കും. ഇത്തരം ബന്ധങ്ങളിൽ പങ്കാളി ഉപേക്ഷിച്ച സ്ത്രീകൾക്ക് ജീവനാംശത്തിനും കോടതിയെ സമീപിക്കാം.